Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അബുദാബിയിലെ തന്നെ പ്രമുഖമായ ഒരു പരമ്പരാഗത ശേഖര കേന്ദ്രമായ മക്ത മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം UAEയുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അഭിമാനമാണ്. മക്ത പാലത്തിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ചരിത്രവും നൂതന കലയും സമന്വയിപ്പിക്കുന്നതിലൂടെയാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. മക്ത മേഖലയിലെ പ്രാധാന്യം പുരാതന കാലം മുതൽ നിലനിൽക്കുന്നു. ഇന്നത്തെ മക്ത മ്യൂസിയം 2020കളിൽ തുറന്നുവെങ്കിലും ഈ പ്രദേശം സാഹിത്യത്തെയും കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രമായി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നു. ഈ മ്യൂസിയം സ്ഥാപിച്ചത് UAEയിലെ സാംസ്കാരിക അവയവങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാണ്. ആധുനിക UAE ഉണ്ടാകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ബേദു സമൂഹത്തിൻ്റെ ജീവിതശൈലിയെ മനസ്സിലാക്കാൻ വളരെ സഹായകമാണ്. പ്രശസ്ത എമിറാത്തി കലാകാരന്മാരുടെയും അന്താരാഷ്ട്ര കലാകാരന്മാരുടെയും ചിത്രങ്ങൾ, ശില്പങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയം സമൂഹം, പരിസ്ഥിതി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദർശകർക്കായി തങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അറിവ് നേടാൻ സഹായിക്കുന്ന കുറച്ച് ഡിജിറ്റൽ ഗാലറികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മക്ത മ്യൂസിയം UAEയുടെ പൈതൃകത്തെ പുതുതായി അവതരിപ്പിക്കുന്ന ഒരു വേദിയാണ്. പുതിയ തലമുറകളെ അവരുടെ വേരുകളായി ബന്ധിപ്പിക്കുന്നതിനും വിദേശികൾക്ക് സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നു. ആധുനികതയും പരമ്പരാഗതത്വവും സമന്വയിപ്പിക്കുന്ന മനോഹരമായ ആർക്കിടെക്ചറാണ് ഈ ഒരു മ്യൂസിയത്തിനുള്ളത്. ഈ ഒരു മക്ത മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മക്ത പാലത്തിൻ്റെ സമീപത്താണ്. ഇവിടെ വന്നാൽ നമുക്ക് ശാന്തതയും മനോഹാരിതയും ഒരുപോലെ തന്നെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. മക്ത എന്ന പേര് ഖലീജ് പ്രദേശത്ത് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അബുദാബിയുടെ ആദ്യകാലത്തെ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മക്ത. മക്ത പാലം ചരിത്രപരമായി അബുദാബിയുടെ പ്രധാന കണക്ഷനായിരുന്നു. അതുവഴി ആളുകൾക്ക് നഗരത്തിലേക്ക് വരികയും പോകുകയും ചെയ്യാമായിരുന്നു. ഇന്നത്തെ മ്യൂസിയം പഴയ ഈ ലൊക്കേഷൻ്റെ ആധാരത്തിലാണ് പുനരുപയോഗിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിൻ്റെ കെട്ടിടം കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റുന്നുണ്ട്. കാരണം കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്ത് മഷ്റാബിയ സ്റ്റൈൽ സ്ക്രീൻസും ബ്രൗൺ ബേജിൻ്റെ നിറങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു മരുഭൂമിയിലെ ഒരു ഫീലാണ് ടോട്ടലി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെറും പരമ്പരാഗതമല്ല, പ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളും അതുപോലെ തന്നെ കൃത്രിമ ശീതീകരണ സംവിധാനങ്ങളും അതിൻ്റെ ആധുനികതയെ ഏറെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ പ്രാചീന എമിറാത്തി ജീവിതത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. കൂടാതെ അടുത്തായിട്ട് എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ മോഡേൺ ആർട്ടുകൾ. മോഡേൺ ചിത്രരചനകളും മിക്സ്ഡ് മീഡിയ ആർട്സും അതുപോലെ തന്നെ ഇവിടുത്തെ വിചിത്ര ഇൻസ്റ്റാളേഷൻ ആർട്സുമാണ്. ഡിജിറ്റൽ ടച്ച് സ്ക്രീനുകൾ, AR or VR സെക്ഷനുകൾ സന്ദർശകർക്ക് വിഷയങ്ങളുമായി നേരിട്ട് സംവാദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായി കളികളുടെയും പഠനത്തിൻ്റെയും ഒരു സമന്വയ രൂപമാണ് ഈ ഒരു മ്യൂസിയം. ഈ ഒരു മ്യൂസിയത്തിൽ പ്രത്യേകമായി സ്കൂൾ സ്റ്റുഡൻസുകൾക്ക് വർക്ക്ഷോപ്പുകളും വീക്കെൻഡ് ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. അതുപോലെ സംസ്കാരത്തെ ആസ്വദിക്കാനും പഠിക്കാനുമുള്ള ഒരു നല്ല അവസരം കൂടിയാണിത്. കൂടാതെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുന്ന കുടുംബ പരിപാടികളും ഇവിടെ നടത്താറുണ്ട്. മക്ത മ്യൂസിയം കവി ജമാൽ അൽ ഷിംസി, നൂജും അൽ ഖാനിം തുടങ്ങിയ പ്രമുഖ എഴുത്തുകാരുടെ രചനകൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മക്ത മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന
പഴയ അബുദാബി പോലീസ് യൂണിഫോമുകൾ എമിറേറ്റ്സിൻ്റെ സുരക്ഷാ ചരിത്രത്തെ ഏറെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 1957 സ്ഥാപിതമായ അബുദാബി പോലീസിൻ്റെ ആരംഭകാല യൂണിഫോമുകൾ ലളിതമായും പ്രായോഗികമായതുമായിരുന്നു. കാലക്രമേണ പോലീസ് യൂണിഫോമുകൾ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. 2017 അബുദാബി പോലീസ് ബീജ് നിറത്തിലുള്ള പുതിയ യൂണിഫോമുകളാണ് അവതരിപ്പിച്ചത്. മക്ത മ്യൂസിയത്തിൽ സന്ദർശകർക്ക് ഈ പഴയകാല യൂണിഫോമുകൾ കാണാൻ കഴിയും. കൂടാതെ അവയുടെ വികസന ചരിത്രവും അറിയാൻ സാധിക്കുന്നതാണ്. മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴയ ഫോട്ടോകൾ, ബാഡ്ജുകൾ, ആയുധങ്ങൾ എന്നിവയും സന്ദർശകർക്ക് അബുദാബി പോലീസിൻ്റെ സമ്പന്നമായ പൈതൃകവും അനുഭവപ്പെടാൻ സഹായിക്കുന്നതാണ്. ഈ പ്രദർശനങ്ങൾ സന്ദർശകർക്ക് അബുദാബി പോലീസിൻ്റെ ചരിത്രവും അവരുടെ സേവനങ്ങൾ, പരിശീലനങ്ങൾ, സാമൂഹിക പങ്ക് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരം നൽകുന്നു. മക്ത മ്യൂസിയം സന്ദർശനം എമിറേറ്റിൻ്റെ സുരക്ഷാ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു മനോഹരമായ അനുഭവം കൂടിയാണ്. കൂടാതെ പണ്ടുകാലത്ത് പോലീസ് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, പേപ്പർ രേഖകൾ, കസ്റ്റഡി രേഖകൾ എന്നിവയൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ എല്ലാ ഹിസ്റ്ററീസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഇവിടെ സ്റ്റാഫുകളും അവൈലബിൾ ആണ്. അവരെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ ഈ ഒരു മ്യൂസിയത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അബുദാബിയിൽ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാസ്പോർട്ട് മോഡൽ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനിൽ കയറുമ്പോഴും നമുക്കത് സ്റ്റാമ്പ് ചെയ്യാൻ ഉള്ളൊരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിറങ്ങിയാൽ നമുക്കിവിടെ 2 കഫേകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സന്ദർശകർക്ക് കണ്ടു കഴിഞ്ഞിറങ്ങിയാൽ നമുക്ക് കോഫി എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു നല്ലൊരു സ്പേസ് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 5 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുന്നവർ ജസ്റ്റ് ഗൂഗിളിൽ ടൈം ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. നമുക്ക് ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള അൽ മക്ത പാർക്കും ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു പഴയ മോഡൽ വണ്ടി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ പോലീസ് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മക്ത. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഒന്ന് വരാൻ ശ്രമിക്കുക. ഈ ഒരു പ്ലേസ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പഴയ മോഡൽ ഇവർ കൊണ്ടുവന്നുകൊണ്ടായിരിക്കാം നല്ല ഭംഗിയായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റാച്യൂസ് കാണാം കേട്ടോ. ക്യാമലിൻ്റെ അതുപോലെ തന്നെ കുറച്ച് മോഡൽസൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ഒന്ന് മാക്സിമം ഒരു ടൈമെങ്കിലും ഈ ഒരു ഏരിയ വിസിറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.